നാം പണ്ട് ബംഗാളിലും ത്രിപുരയിലും കണ്ടിട്ടുള്ളതാണ് വലിയ രീതിയിൽ CPM പ്രവർത്തകർ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നത്. അത് പാർട്ടി ഓഫീസ് ഉൾപ്പെടെയാണ് അങ്ങനെ പോകുന്നത്. അതിനൊരു സമാനമായ സാഹചര്യം പാലക്കാട് ഉണ്ടായിട്ടുണ്ടല്ലോ. അത് CPMിലേക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. അതെ, പാലക്കാട് കോട്ടായിയിലാണ് സംഭവം. അവിടെ കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് വിട്ട് CPMിൽ ചേർന്നു. ഒപ്പം അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് ഓഫീസും CPMിൻ്റെ ഓഫീസായി അദ്ദേഹം മാറ്റി. അതിനൊരു കാരണമുണ്ട്, വെറുതെ അല്ല, അതിലേക്ക് വരാം. ഇത് സ്വാഭാവികമാണ്, ഇത് സർവ്വസാധാരണമാണ്. ഈ പല സ്ഥലത്തും ഒരു പാർട്ടിയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അവർ ആ പാർട്ടി ഓഫീസ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന ആ പഴയ മുമ്പ് അവരേത് പാർട്ടിയിലായിരുന്നു അതിൻ്റെ ചിഹ്നങ്ങളടക്കം എല്ലാം ഈ പുതിയ പാർട്ടിയിലേക്ക് മാറ്റും. അവിടുത്തെ ഈ ചുവരെഴുത്തുകളടക്കം അവർ അങ്ങനെ ഒരു വലിയ മാറ്റം വരുത്തും. അതിന് പല കാരണങ്ങളുമുണ്ട്. എന്ത് കാരണം കൊണ്ടാണോ പാർട്ടി വിട്ടത് ആ ഒരു പക അല്ലെങ്കിൽ ആ ഒരു പ്രതികാരം അവരുടെ ഉള്ളിൽ കാണും. അത് അവർ ഈ രീതിയിൽ മുമ്പുണ്ടായിരുന്ന പാർട്ടിയുടെ സകല ചിഹ്നങ്ങളും അടയാളങ്ങളും അവിടെ ഇല്ലാതാക്കിക്കൊണ്ട് ഇവർ ഏത് പാർട്ടിയിലാണോ ചേരുന്നത് അതിൻ്റെ അടയാളങ്ങളും ചിഹ്നങ്ങളും ഒക്കെ അവർ പ്രചരിപ്പിക്കും. പക്ഷേ നമ്മൾ ബംഗാളിലും ത്രിപുരയിലും കണ്ടത് അങ്ങനെയല്ല. ബംഗാളിലും ത്രിപുരയിലും ഈ CPMകാർ വലിയ തോതിൽ BJPയിലേക്കാണ് കയറിയത്. ഈ CPMനകത്തുണ്ടായിരുന്നൊരു വലിയ ഗുണ്ടാപ്പട, ഈ ക്രിമിനലുകൾ, അവർ ഈ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്സിലേക്കാണ് അവർ പോയത് ആദ്യം. അങ്ങനെ അവർ തൃണമൂലിലേക്ക് ചെന്നപ്പോൾ തൃണമൂലുകാരും അവരും കൂടെ ചേർന്ന് ഈ ബാക്കി ഉണ്ടായിരുന്ന CPMൻ്റെ ആൾക്കാരെ, അണികളെ, പ്രവർത്തകരെ മാരകമായി മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. പലരെയും കൊല്ലാക്കൊല ചെയ്തു, നിക്കക്കള്ളിയില്ലാതെ. ഇവർ കുറച്ചൊക്കെ ഈ പറഞ്ഞതുപോലെ അക്രമവാസനയുള്ളവരോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരോ ഒന്നും ആയിരുന്നില്ല. അവർ എന്ത് ചെയ്തു? മറ്റു നിവൃത്തിയില്ലാതെ കോൺഗ്രസ്സിലേക്കും BJPയിലേക്കുമൊക്കെ ചേക്കേറി. അതിൽ BJPയിൽ കയറിയവരുടെ എണ്ണമാണ് കൂടുതൽ. കാരണം BJPക്ക് കേന്ദ്രത്തിൽ അപ്പോഴത്തേക്കും ഭരണം കിട്ടി. 2014 ആയപ്പോഴത്തേക്കും 2011 അവിടെ മമതാ സർക്കാർ വന്ന ആ കാലം മുതൽക്ക് തന്നെ ഈ പറയുന്നത് പോലെ വലിയ തോതിൽ CPMകാർ തൃണമൂലിലേക്ക് ഒഴുകാൻ തുടങ്ങി. അത് ഏറ്റവും കൂടുതൽ ഒഴുകിയത് ഈ ഒരു ആവേശപൂർവ്വം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും തല്ലാനും കൊല്ലാനും ഒക്കെ തയ്യാറായിട്ട് നിൽക്കുകയും ചെയ്തവരാണ് ആദ്യഘട്ടത്തിൽ തൃണമൂലിലേക്ക് പോയവർ. കാരണം അവർ ഒന്നും സൈദ്ധാന്തികമായി ആശയപരമായി ഒക്കെ ഒരു അടിത്തറയുള്ളവരല്ല. അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ കയ്യാങ്കളിയും കൊണ്ടും കൊടുത്തും ഒക്കെ വളർന്നു വന്നവരാണ്. അവർ സ്വാഭാവികമായിട്ട് അധികാരമുള്ള സ്ഥലത്തേക്ക് ചേക്കേറും. അങ്ങനെ അവർ തൃണമൂലിൻ്റെ കൂടെ പോയി ഈ ബാക്കി വന്ന CPM കേഡർമാരെ ആക്രമിക്കാൻ തുടങ്ങി. സൈദ്ധാന്തികമായി ആശയപരമായി ഒക്കെ അടിത്തറയുള്ള മാർക്സിസം, കമ്മ്യൂണിസം, അതിനെക്കുറിച്ചൊക്കെ പ്രത്യയശാസ്ത്രപരമായിട്ട് ധാരണയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ ഈ പാർട്ടിയിൽ തന്നെ തുടർന്നു. അവരെ ഈ കൂട്ടർ തൃണമൂലിലേക്ക് പോയ പാർട്ടിക്കാർ അതിക്രൂരമായിട്ട് ആക്രമിച്ചു. രക്ഷയില്ലാതെ, നിക്കക്കള്ളിയില്ലാതെ അവരവസാനം BJP അഭയം പ്രാപിക്കുന്ന കുറച്ച് പേരൊക്കെ കോൺഗ്രസ്സിലേക്ക് പോയി. പക്ഷേ ഏറിയ കൂറും BJPയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്ന് മാത്രമല്ല, അവർ തങ്ങളുടെ ഓഫീസുകൾ സംരക്ഷിക്കാൻ അതുമൊക്കെ തൃണമൂലുകാർ കയ്യേറാൻ തുടങ്ങി. പലപ്പോഴും ഈ ഓഫീസുകൾ പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ വലിയ സംഘർഷങ്ങൾ നടന്നു. അതൊക്കെ മറികടക്കാൻ, ഈ സംഘർഷങ്ങളെയും ഈ കയ്യേറ്റത്തെയും ഒക്കെ മറികടക്കാൻ ഈ ബാക്കി വന്ന CPMകാർ കൂടും കുടുക്കയും എടുത്ത് BJPയിൽ ചേക്കേറുന്ന കാഴ്ചയാണ് നമ്മൾ ബംഗാളിൽ കണ്ടത്. സമാനമായിട്ട് തന്നെ ത്രിപുരയിലും സംഭവിച്ചു. ത്രിപുരയിൽ ഈ പറഞ്ഞതുപോലെ വലിയ അതിക്രമങ്ങളൊന്നും നടന്നില്ല. പക്ഷേ പാർട്ടിക്കാർ കൂടോടുകൂടി തങ്ങളുടെ ഓഫീസ് അടക്കം, പാർട്ടിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കളടക്കം BJPയിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അല്ല, പ്രത്യേകിച്ച് ഈ നിലമ്പൂർ സമയത്താണ് ഇങ്ങനെ പാലക്കാട് സംഭവിക്കുമ്പോൾ അത് രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ ബാധിക്കുമോ? കാരണം വലിയ രീതിയിൽ പ്രചരണം നടത്താൻ എന്തായാലും CPM ഒരു ശ്രമം നടത്തും. തീർച്ചയായിട്ടും CPM അത് നിലമ്പൂരിൽ വലിയ പ്രചാരണം നടത്തും. പക്ഷേ അതിന് നിലമ്പൂരിൽ എന്തെങ്കിലും ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിലമ്പൂരിൽ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ. ഒന്ന്, നിലമ്പൂരിൽ അവിടെ ഒരു പ്രാദേശികമായൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് ഈ വന്യമൃഗശല്യമാണ്. ആ വന്യമൃഗശല്യം
വലിയ തോതിൽ അനുഭവിക്കുന്ന ഒരു മലയോര മേഖലയാണ് ഈ നിലമ്പൂർ. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് വന്യമൃഗശല്യമാണ്. ഈ വന്യമൃഗശല്യത്തിന് ഒരു ശാന്തി ഉണ്ടാക്കാൻ, അതിനെ അവസാനിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചില്ല, വനം വകുപ്പിന് സാധിച്ചിട്ടില്ല. വനം മന്ത്രി നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്നു. ഇതൊക്കെ അവിടെ അവശേഷിക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല, ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ തലയിൽ വെച്ച് കൈയൊഴിയാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിനെയാണ് അവിടെ കാണുന്നത്. അത് വാസ്തവത്തിലൊരു ഒളിച്ചോട്ടമാണ്. തങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് കുറ്റം മുഴുവനും കേന്ദ്രത്തിൻ്റെ തലയിൽ വയ്ക്കുക. ഇതൊന്നും ഇനി വിജയിക്കില്ല. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ വളരെ ശക്തമാണ്. ഏറ്റവും സാധാരണക്കാരൻ്റെ കയ്യിൽ മൊബൈലിലേക്ക് പോലും വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ശരിയും തെറ്റുമുണ്ടാകും, തെറ്റിദ്ധാരണാജനകമായ വാർത്തകളും പ്രചരിക്കുന്നുണ്ടാവാം. പക്ഷേ എന്തായാലും അതൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്ര പ്രചരിപ്പിച്ചാലും ഇതൊന്നും അവിടുത്തെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഈ വന്യമൃഗശല്യം, വിലക്കയറ്റം, അവരുടെ മറ്റു പ്രശ്നങ്ങൾ, അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം, ഈ പറഞ്ഞതുപോലെ റോഡ് തകർന്നു കിടക്കുന്നു, കുടിവെള്ളമില്ല, പിന്നെ റേഷൻ കടകളിലും മറ്റുമൊക്കെ ഭക്ഷ്യധാന്യങ്ങൾ എത്തുന്നില്ല. ഇതൊക്കെയാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ. ഈ അടിസ്ഥാന പ്രശ്നങ്ങളാണ് എപ്പോഴും ചർച്ചയാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് വിട്ട് ഒരു നേതാവ് ഓഫീസടക്കം CPMലേക്ക് പോയി എന്ന് പറയുന്നതൊന്നും അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഒരു പക്ഷേ ഈ കോട്ടായി എന്ന് പറയുന്ന ആ പ്രദേശത്ത്, ആ പ്രാദേശികമായിട്ട് അവിടെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ അത് ബാധകമാകും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതൊന്നും നിലമ്പൂരിൽ ബാധകമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഈ കോട്ടായിയിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കോട്ടായിയിൽ കോൺഗ്രസിൽ നിന്ന് പിന്നെ കോൺഗ്രസ് നേതാവായിരുന്ന മണ്ഡലം പ്രസിഡന്റ് K. മോഹൻകുമാറും അനുയായികളുമാണ് രാജിവെച്ചിട്ട് CPMൽ ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അവിടുത്തെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസുണ്ട്. ഈ ഓഫീസിൻ്റെ കരാർ എഴുതിയിരുന്നത് മോഹൻകുമാറിൻ്റെ പേരിലാണ്. സ്വാഭാവികമായിട്ടും മോഹൻകുമാർ പാർട്ടി വിട്ടിട്ട് പോകുമ്പം ഈ കരാറും റദ്ദാക്കണം. അതാണ് അതിൻ്റെ ഒരു മാന്യത. പക്ഷെ മോഹൻകുമാർ എന്ത് ചെയ്തു? ഈ കരാർ, അതായത് തൻ്റെ പേരിൽ എഴുതിയിരിക്കുന്ന, വാടകച്ചീട്ട് എഴുതിയിരിക്കുന്ന ആ ഒരു കരാറാണല്ലോ ഉള്ളത്, അതുമായിട്ട് നേരെ അപ്പുറത്തേക്ക് പോയി അത് പിറ്റേ ദിവസം തന്നെ അവിടെ CPMൻ്റെ ബോർഡ് വെച്ചു. കോൺഗ്രസ്സുകാർ വലിയ എതിർപ്പുമായിട്ട് വന്നു. വിഷയം പോലീസിലെത്തി. പോലീസ് രണ്ടുപേരോട് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ്സുകാരുടെ കയ്യിൽ ഒരു രേഖയുമില്ല. കാരണം മോഹൻകുമാറിൻ്റെ പേരിലാണല്ലോ വാടകച്ചീട്ട് എഴുതിയിരിക്കുന്നത്. മോഹൻകുമാർ എല്ലാ രേഖകളും ഹാജരാക്കി. മോഹൻകുമാറിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളാൻ പോലീസ് പറഞ്ഞു. അതല്ലാതെ പോലീസിന് അതിനകത്തൊന്നും ചെയ്യാനില്ല. ഇതാണ് അവിടെ സംഭവിച്ചത്. ഈ CPMകാർ കൊട്ടിഘോഷിക്കുന്നത് പോലെ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ചതുപോലെ അല്ല ഇവിടെ മോഹൻകുമാർ എന്ന വ്യക്തിയുടെ മിടുക്കുകൊണ്ട് ആ വ്യക്തിയുടെ പേരിൽ എഴുതിയിരുന്ന വാടകച്ചീട്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓഫീസ് CPMൻ്റെ ഓഫീസാക്കി ഇപ്പം മാറ്റിയിരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്നത് പോലെ ആ പ്രദേശത്തുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും CPMൽ ചേരുകയും അങ്ങനെ സ്വാഭാവികമായിട്ടും ആ ഓഫീസ് CPMൻ്റെ, കോൺഗ്രസിൻ്റെ ഓഫീസായിരുന്നത് CPMൻ്റെ ഓഫീസാകുകയും ചെയ്തതല്ല. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ നടന്നത് മറിച്ചാണ്. ഇവിടെ നമുക്കറിയാം, കായംകുളത്ത് ബിബിൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം CPMൻ്റെ അവിടുത്തെ പ്രാദേശിക നേതാവായിരുന്നു. ആ നേതാവ് പാർട്ടി വിട്ടിട്ട് BJPയിൽ ചേർന്നു. നിരവധി അനുയായികൾക്കൊപ്പമാണ് ചേർന്നത്. ശോഭാ സുരേന്ദ്രൻ അവിടെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന സമയത്ത് നമ്മളത് കണ്ടതാണ്. ഈ ബിബിൻ്റെ അമ്മ, അവരും ഒരു പാർട്ടി മെമ്പറാണ്. അവർ SNDPയുടെ സജീവ പ്രവർത്തകയാണ്. ബിബിനും അതുപോലെ തന്നെയാണ്. അവിടെ SNDPയിൽ നിന്ന് നിരവധി പേരാണ് CPM ഇത് രാജിവെച്ചിട്ട്, മെമ്പർഷിപ്പ് രാജിവെച്ചിട്ട് BJPയിലേക്ക് ചേർന്നത്. പക്ഷെ അവിടെയും നമ്മൾ ഈ പറയുന്നത് പോലെ പാർട്ടി ഓഫീസ് കൂടോടെ എടുത്തുകൊണ്ട് പോകുന്ന ഇതൊന്നും കണ്ടില്ല. അതൊന്നും ഒരു മാന്യമായ പ്രവൃത്തിയല്ല. പിന്നെ CPMനെ സംബന്ധിച്ച് ഇപ്പോൾ നിലമ്പൂരിൽ അവരെന്ത് വിദ്യയും എടുത്ത് പയറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വിവാദവും ഉയർത്തിയിരിക്കുന്നത്. ആ ഒരു കോൺഗ്രസ്സുകാരൻ കോൺഗ്രസ് ഓഫീസടക്കം അനുയായികൾ മുഴുവനും CPMൽ ചേർന്നു എന്ന് പറയുന്ന ഒരിത്. അവർക്ക് അവസരം കിട്ടിയാൽ അവരെ ആരെങ്കിലും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് വിട്ട് BJPയിൽ ചെന്നാൽ അതും അവർ വലിയ വിവാദമാക്കും. കാരണം നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ആൾ, അല്ലെങ്കിൽ നിങ്ങൾ ജയിപ്പിച്ചു വിടാൻ പോകുന്ന ആൾ നേരെ BJPയിലാണ് ചേരാൻ പോകുന്നത് എന്ന് പ്രചരിപ്പിക്കും. അതിനൊന്നും വലിയ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും നിലമ്പൂരിനെ സ്വാധീനിക്കുമെന്നും തോന്നുന്നില്ല. എന്തായാലും ഇന്ന് നിലമ്പൂരിൽ കൊട്ടിക്കലാശമാണ്. വൈകാതെ നമുക്കറിയാം നിലമ്പൂരിൻ്റെ ഫലം എന്താണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.